അല്ല, നല്ല സത്യസന്ധമായ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടന്ന എല്ലാവരും പറയുന്നുണ്ടായിരുന്നല്ല, സ്ത്രീകൾ തലപ്പത്ത് എന്ന് പറയുന്ന പോലെ ഏകദേശം 50% ആയി. കാരണം ഞങ്ങൾ 9 ആണുങ്ങളും 8 സ്ത്രീകളും അടങ്ങുന്ന കമ്മിറ്റിയാണ്. ഈക്വൽ ഏകദേശം 50% സ്ത്രീകളും ഉണ്ട്. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ കൂടുതലുണ്ട്. നമ്മൾ എല്ലാവരും സ്ത്രീകളുടെ പ്രശ്നത്തിൽ ഇടപെട്ടിരുന്നു. പക്ഷേ കൂടുതൽ അടുത്തിടപെടാൻ സാധിക്കുന്നു അവരുടെ അമ്മമാരാണല്ലോ. അമ്മമാർ മക്കളുമായിട്ട് കുറച്ച് കൂടുതൽ എടുക്കുമായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു കമ്മിറ്റിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വലിയ പ്രതീക്ഷയുണ്ട്. ഞാനിപ്പോൾ ലാലേട്ടൻ്റെ ഒപ്പം തന്നെ 3 കമ്മിറ്റിയിൽ ഇരുന്നാണ്. ആ എക്സ്പീരിയൻസ് ഉണ്ട്. ഇതിൽ മുത്തച്ഛൻ ഞാനാണ്. കാരണം അത്ര പ്രായത്തിലല്ല ഉദ്ദേശിച്ചത്. അപ്പോൾ അതിൽ ചിലപ്പോൾ നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഴ്ചകൾ തിരുത്താനായിട്ട് എനിക്കൊരു ഇൻഫർമേഷൻസ് കൊടുക്കാൻ പറ്റും, എൻ്റെ എക്സ്പീരിയൻസ്. അതിനായിരിക്കും ഞാൻ ശ്രമിക്കുന്നത്. ഞാനിതിൽ ഏറ്റവും ബാക്ക് സ്റ്റേജിൽ വർക്ക് ചെയ്യുന്നതാണ്. സ്റ്റേജിലെയും അതിലല്ലാണ്ട് ഉള്ള കാര്യങ്ങൾക്കാണ്. അപ്പോൾ ആ സർവീസിൻ്റെ കാരണം കൊണ്ടായിരിക്കും ഓരോ തവണ മത്സരിക്കുമ്പോഴും കൂടുതൽ വോട്ടുകൾ കിട്ടാറുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് വരെ എനിക്ക് ഒരുപാട് പേര് വോട്ട് ചെയ്യാൻ വന്നു. എല്ലാവരും ഹാപ്പിയാണ്. കാരണം നമ്മൾ ഇത്രയും പോളിംഗ് പ്രതീക്ഷ 500 മെമ്പേഴ്സിൽ 298 പേര് വന്നു എന്നുള്ളതാണ്. അതിലും വളരെ സന്തോഷവും നല്ല പാർട്ടിസിപ്പേഷൻ ഉണ്ട്. ഞാൻ ഹാപ്പിയാണ്. നമ്മളെപ്പോഴും ഹാപ്പിയാണ്. നമ്മൾ അമ്മയ്ക്ക് വേണ്ടി വരയ്ക്കുമ്പോൾ സ്പിരിറ്റ് ഉണ്ട്, സ്നേഹമുണ്ട്, അത് സർവീസാണ്. അതിലെനിക്കൊരു ബ്ലെസ്സിങ്സ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അമ്മയിൽ വർക്ക് ചെയ്യാൻ എനിക്കിഷ്ടമാണ്. പക്ഷെ നമ്മൾ കൊടുക്കുന്ന സ്നേഹം 100 ഇരട്ടി തിരിച്ചു കിട്ടുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഇതല്ല. നമ്മൾ സ്വന്തം ഡീസിലടിച്ചിട്ട് വന്നിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാനൊരു ചാരിറ്റബിൾ എന്ന് പറയുമ്പോൾ അത് ഞാൻ പ്രവർത്തിക്കുന്നത് ഇവിടെയാണ്, പുറത്തല്ല. ഞാൻ അമ്മയുടെ ഉള്ളിലാണ്. കാരണം ഇതെൻ്റെ സംഘടനയാണ്. എനിക്ക് മുന്നേ പോയി വഴി തെളിച്ചിട്ടുള്ളവരും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുമ്പോഴുള്ള ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞൊരു ഭയങ്കര ഭാഗ്യമുണ്ട്. എൻ്റെ അമ്മയെ സേവിക്കുന്ന പോലെയാണ് ഇവിടെയുള്ള അമ്മമാരെ സേവിക്കുന്നത്. അപ്പോൾ അതിനുള്ളൊരു ഭാഗ്യം തന്നത് ഈ അമ്മയിൽ വന്നതിന് ശേഷമാണ്. അപ്പോൾ അതിന് വലിയ സന്തോഷം. വീണ്ടും എന്നെ തിരഞ്ഞെടുത്തത് വളരെ സന്തോഷം.